ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ? പിന്നെന്താ, ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോപ്പർ പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിനകത്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പച്ചവെള്ളം തന്നെയാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യാം. CuSO4 എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം. ഇനി ഈ കോപ്പർ സൾഫേറ്റ് നമുക്ക് വെള്ളത്തിൽ നല്ലതായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ മലയാളത്തിൽ തുരിശെന്ന് പറയുന്നത്, നമ്മൾ ഈ റബ്ബറിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് വെള്ളത്തിൽ നല്ലതായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ശകലം കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം വയറാണ്. ഇതിനകത്ത് നമുക്ക് ഇനി കോപ്പർ വയർ മാത്രമായിട്ട് എടുക്കാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ലീവ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇനി ഈ കോപ്പർ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ ഈ ഒരു കോപ്പർ വയർ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ ഒരു കമ്പി എടുത്തിട്ട് ആ കമ്പിയുടെ തുമ്പത്തിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കോപ്പർ വയർ നമുക്ക് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനി ഞാൻ ഇത് നമുക്കൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ആ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും രണ്ട് ടെർമിനൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പോസിറ്റീവ് ടെർമിനൽ ഞാൻ ഈ ഒരു കമ്പിയിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കമ്പിയിലോട്ട് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കോപ്പർ പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലേഡിൻ്റെ അറ്റത്തോട്ട് നമുക്ക് ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷനോട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ബ്ലേഡ് ചെറുകെ മുക്കി കൊടുക്കാം. 1 minute later. ചെറുകെ പൊക്കുമ്പോൾ കണ്ടില്ലേ ഇതിൽ കോപ്പറിൻ്റെ ചെറിയ പ്ലേറ്റിംഗ് നടന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ മുക്കി നോക്കാം. കുറച്ചുകൂടെ മുക്കിയപ്പം ബാക്കി ബാലൻസ് വന്ന സ്ഥലത്തൂടെ കോപ്പർ പ്ലേറ്റിംഗ് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം. ഇനി അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് പിടിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് ചെറുതായിട്ടൊരു ഓയിൽ അപ്ലൈ ചെയ്യും. ആ ഓയിൽ ഞാൻ തുടയ്ക്കാൻ മറന്നുപോയി, അതാണ്. ഇനി ഞാൻ വേറെ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നെഗറ്റീവ് കണക്ഷൻ കൊടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഇറക്കി കൊടുക്കാം. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞ് പൊക്കി നോക്കുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി നിർത്തിയ ഭാഗത്ത് ഇതുകൊണ്ട് കോപ്പർ അപ്ലൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അത്രയും ഭാഗത്തെ കളർ മാറിയത്. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നമ്മൾ കോപ്പർ പ്ലേറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.